അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര എന്നുള്ളത് നമ്മളെ ലൈഫിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ മീറ്റ് ചെയ്യാനാണ്. കാണൂല്ലെന്ന് അറിയില്ല, പോയിട്ട് കാണാം. ഇന്നത്തെ നമ്മളെ യാത്ര എന്നുള്ളത് പാലക്കാട് മണ്ണാർക്കാട്ടേക്കാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള യാത്രയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം കാണാൻ ആഗ്രഹിച്ച ഒരാളെ കാണാൻ. ഇനി കാണുമില്ലെന്നൊക്കെ നോക്കിയിട്ട് കാണാം. ഒറ്റയ്ക്കുള്ള ഒരു യാത്രയായിരുന്നു. പക്ഷേങ്കിൽ വൈകുന്നേരം നമ്മൾ പണ്ട് മഞ്ഞ കാണിക്കുന്ന മാതിരി ഒരു സെക്കൻഡ് കൂടി കൂടിയതിനൊപ്പരം. എൻ്റെ പേരെന്താ? രാജു. പണ്ട് നമ്മളൊക്കെ മഞ്ഞടിച്ച് പോകുന്ന ഓർമ്മയില്ലേ? അപ്പം ഇനി ഏകദേശം കുറച്ചുകൂടി ദൂരമുള്ളൂ. അപ്പോൾ പോരുന്ന വെഹിക്കൽ നമ്മൾ ലൂറൻസ് കച്ചാൻ പള്ളിയിൽ കയറുകയാണ്. അങ്ങനെ പള്ളിയിൽ കയറി നിസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ പിന്നെ യാത്ര തുടർന്ന്. അപ്പം നമ്മൾ മണ്ണാർക്കാട് എത്തി. പക്ഷേങ്കിൽ നമ്മളെ ഫ്രണ്ടിനെ കാണാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് വിചാരിക്കണം. അങ്ങനെ 3 അവർ യാത്രയൊക്കെ ചെയ്ത് വന്ന് കുറേ നേരം അവിടെ കാത്തിരുന്നെങ്കിലും ആളെ കാണാൻ പറ്റിയില്ല. വിഷമം ഉണ്ടോയെന്ന് വെച്ചാൽ വിഷമം ഉണ്ടാവുമല്ലോ, ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ. ഫസ്റ്റത്തെ പ്ലാൻ നൈസായിട്ട് പാളിയുണ്ട്. അടുത്ത പ്ലാൻ എന്നുള്ളത് അരീക്കോട്ട് അമ്മായിൻ്റെ അടുത്ത് പോകലാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മളെ പരിപാടി എന്നുള്ളത് മെയിനായിട്ട് കുടുംബക്കാരെ പെരയിൽ പോകലാണ്. പക്ഷെങ്കിലും മഴ ആയതുകൊണ്ട് കുറേ സ്ഥലത്ത് പോകണമെന്ന് വിചാരിക്കും. പൗതിയേക്കുന്ന നമ്മൾ പാളി പോട്ടോ. അപ്പൊ വീഡിയോ കാണുന്ന കുടുംബക്കാരോട് പറയാനുള്ളത് വരാൻ നോക്കുന്നുണ്ടെന്ന്, പക്ഷേ മഴ അങ്ങോട്ട് സമ്മതിക്കണ്ടേ. ഇപ്പൊ പറ്റില്ല, നമുക്ക് പിന്നെ എപ്പോഴേലും കാണാന്ന്. നിങ്ങൾ ഇങ്ങോട്ട് പോരിയെന്ന്. ഗൾഫുകാരൊക്കെ അവസ്ഥ ആയിട്ടോ. നമുക്ക് 3.5 കൊല്ലത്തെ ഹിമാചൽ ജീവിതം കൊണ്ട് കുടുംബക്കാരൊക്കെ പടർന്ന് പന്തലിച്ചെന്ന്. ഓരോ വീടും ഓരോരോ സ്ഥലത്താണ്. എന്നാലും നമ്മൾ മാക്സിമം പോകുന്നുണ്ടെന്ന്. അങ്ങനെ അമ്മായിൻ്റെ അടുന്ന് അമ്മായിൻ്റെ കുട്ടീനെയും കൂട്ടിയിട്ട്, അഥവാ നമ്മളെ കസിനെയും കൂട്ടിയിട്ട് നമ്മൾ അടുത്ത സർക്കിട്ടിന് ഇറങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ മോളുവിൻ്റെ വീട്ടിലെത്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് വീട്ടിൽ വരുന്നത്. അമ്മേൻ്റെ വക വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്. ഒരു ഹായ് പറഞ്ഞോളിമേ. അങ്ങനല്ല, ഹലോ ഗൈസ്. ഹലോ ഗൈസ്. എന്താ ഈ കടീൻ്റെ പേരെന്താ? പയനിലഡു ഗൈസ്. ഇന്ന് പയനിലഡു ഒക്കെ നമുക്ക് അല്ലേ? അമ്മ ഉണ്ടാക്കിയതാ? അമ്മേൻ്റെ സ്പെഷ്യലാ? മരോള സ്പെഷ്യൽ. മരോള് ഫുഡൊക്കെ ഉണ്ടാക്കുമോ? മരോള് നിങ്ങൾ പണിയൊക്കെ പഠിപ്പിച്ചോ? അത് ശരി, എനിക്ക് പെണ്ണ് കിട്ടണ്ടേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരാണ് ഈ മരുമോള് മോളൂ എന്നുള്ളത്. നമ്മളെ എളാമൻ്റെ കുട്ടിയാട്ടോ. കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്ക് വരാൻ കഴിഞ്ഞില്ല. കുറേ കല്യാണം നമുക്ക് മിസ്സായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി കാണലാട്ടോ പരിപാടി. ആദ്യമായിട്ടാണ് നമ്മളെ ക്യാമറേൻ്റെ മുന്നിലേക്ക് നിന്നിട്ട് ഒരാളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. കുടുംബക്കാരിൽ എല്ലാവർക്കും ഭയങ്കര നാണാട്ടോ. പക്ഷേങ്കിൽ ഇമ്മ ഭയങ്കര വൈബേനി. ഇമ്മ നമ്മളെ കട്ട സബ്സ്ക്രൈബർ കൂടിയാണ് കേട്ടോ. നമ്മൾ പോകുന്നതാണ് ബിഞ്ചുവിൻ്റെ വീട്ടിലേക്ക്. ഗൈസ്, ഇതാണ് നമ്മളെ അരീക്കോട് ജംഗ്ഷന്. പോവാം. ഒറ്റക്ക് പോകണോ ഗൈസ്? ഗൾഫുകാരൻ്റെ പവറാണെന്ന് ഗാലക്സി ഒക്കെ അല്ലേ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. ഇവിടെ ഹലോ ഗൈസ് പരി കുറവാട്ടണ്. കുറവാട്ടണ്. ബഞ്ചുവിൻ്റെ വകയായിട്ട് ബ്രോസ്റ്റ് എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവരും കുറവത്തിയാണല്ലോ. കുറവിൻ്റെ കട്ടേ അനക്കുണ്ടോ കുറവ്? മേമയ കുടകുട പാട്. മേമയ കുടകുട. ചരിത്രം മാറുകയാണ്. ആദ്യമായിട്ട് അരീക്കോട് അങ്ങോട്ടിലൂടെ വണ്ടി ഓടിച്ചു. ഇത് കണ്ടിട്ട് ഉമ്മേനെ തല്ലൊന്നുമില്ലേക്കൂലേ? അമ്മേൻ്റെ വക പൊറാട്ടയും ചിക്കൻ കറിയ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നതിന്. പക്ഷേങ്കിൽ നമ്മൾ അഞ്ജുവിൻ്റെ വീട്ടിൽ പോയും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഇനി ബിഞ്ചുവിൻ്റെ വീഡിയോ ഇട്ടിട്ട് അഞ്ജുവിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ടല്ലോ. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ആരാണ് അഞ്ജു ബിഞ്ചു എന്നൊക്കെ. അവരൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പെരെ പോകുമ്പോൾ പെരൻ്റെ വൈബ് ആസ്വദിക്കണ്ടേ. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും പരിചയപ്പെടുത്തി തരാട്ടോ. എന്താ ഇജ്ജ് കുട്ടിയാ വേണ ഇവിടെ വിളിച്ചിക്കണേ? വേഗം വിളിച്ചെന്നോ? ആയില്ല നീ വേണോ? വേഗം വിളിച്ചെന്നോ വേഗം. ഉള്ളുക്ക് പോട്ടെ. ഇങ്ങനെ ഇനി ആരും കാണൂലട്ടോ. ഇങ്ങനെ കുഞ്ഞാവല്ല ഇവിടെ. കുഞ്ഞാവ പോര്. വാ ഞാൻ പിടിച്ചു വെച്ചിട്ട്. വേഗം പോര്. എവിടെ പോയാലും ഫുഡിന് ഒരു കുറവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോരുന്നുണ്ടെ പോരിന്ന് നമുക്ക് സെറ്റാക്കി വൈബാക്കി പോവാൻ. ടാറ്റാ. ഇനി എന്നാ വരണ്ടേ? നാളെ വരണോ? നാളെ കാണാം കേട്ടോ. എന്നാ